നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു കുഞ്ഞു യാത്രയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു മനസ്സ് തുറന്ന് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ ഏറ്റവും ബെസ്റ്റ് യാത്രയിടയ്ക്ക് സംസാരിക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. പലപ്പോഴും ഞാൻ പ്രിപ്പയർ ചെയ്തതിന് സംസാരിക്കുന്നതിനേക്കാൾ എൻ്റെ ഉള്ളിൽ നിന്ന് പലപ്പോഴും പലതും വരുന്ന യാത്രയില്ല. അപ്പോൾ ഈ ഒരു സബ്ജക്റ്റ് സംസാരിക്കാനും ഏറ്റവും നല്ലത് യാത്രയാണെന്ന് എനിക്ക് തോന്നി. ഓക്കെ, അപ്പം ഒന്നുമില്ല, ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് അറിഞ്ഞ് ഇപ്പോൾ ഒരു 2 വർഷമെങ്കിലും ആയ ഒരുപാട് പേരുണ്ടല്ലേ. അപ്പോൾ ഈ 2 വർഷമായി കഴിഞ്ഞപ്പോഴത്തേക്കും എന്താണെന്നറിയാത്ത ഒരു സ്റ്റക്ക് പലർക്കും അല്ലേ. കാര്യങ്ങളൊക്കെ ആദ്യത്തെ ഒരു ത്രില്ലില്ല, പണ്ട് ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ ഒരു സുഖമില്ല, അല്ലെങ്കിൽ എന്തോ സംഭവിച്ച പോലെ, ഒരു ഫയർ ഇല്ലാത്ത പോലെ അല്ലേ. അപ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ കാരണം? ഇത് ഒരുപാട് പേരെന്നോട് പറഞ്ഞതാണ്. അപ്പോൾ എന്നോടിങ്ങനെ പറഞ്ഞപ്പം നമ്മൾ ചിന്തിക്കുമല്ലോ, എന്താണ് പറ്റിപ്പോയത്, നമുക്കെങ്ങനെയായിരുന്നു, എനിക്കെങ്ങനെയായിരുന്നു എന്നൊക്കെയുള്ള കാര്യം ഞാൻ ചിന്തിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ ഇതൊരു പക്ഷെ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കാം. ഒന്നാമത്തെ കാര്യം, ഒരു മെജോറിറ്റി ആൾക്കാരുടെ ഇടയിലേക്ക് വന്നേക്കുന്ന ഒരു ഫസ്റ്റ് തോട്ട് എന്ന് തന്നെ വേണം പറയാം ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയാം. അതായത് ആരും ഇതുവരെ കേൾക്കാത്തൊരു കാര്യം, ആദ്യമായിട്ട് കേൾക്കുന്നൊരു കാര്യം. അപ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്നൊരു കാര്യത്തിനകത്ത് കുറച്ചധികം എക്സൈറ്റ്മെൻറ്റും കൂടെ കലരുന്നു. അതായത് നമ്മളിത് കേട്ട് തുടങ്ങിയ, നിങ്ങളും ഞാനും ഒക്കെ കേട്ട് തുടങ്ങിയ കാലഘട്ടത്തിൽ ആഗ്രഹം നേടാം, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നത് എല്ലാം നേടാനാണ്, എന്തും നേടാം ലോ ഓഫ് അട്രാക്ഷനിലൂടെ എന്നതായിരുന്നല്ലോ ഒരു 3-4 വർഷങ്ങൾക്ക് മുമ്പുള്ള പല മലയാളം ചാനലിൻ്റെയും ടാഗ് ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ആഗ്രഹിക്കുന്ന എല്ലാം നേടാൻ എന്ന് പറയുമ്പം നമ്മുടെ കേരളീയ സമൂഹത്തിൽ 95% ആൾക്കാരും സ്ട്രഗിൾ ചെയ്ത് ജീവിക്കുന്നവരാണ്. ഓക്കെ, അതിപ്പോൾ ഏത് ഫീൽഡ് ആയിക്കോട്ടെ, ഇപ്പോൾ ഹോസ്പിറ്റലായിക്കോട്ടെ, ഫിലിം ഫീൽഡ് ആയിക്കോട്ടെ, അതുമല്ലെങ്കിൽ കോർപ്പറേറ്റ് ഫീൽഡ് ആയിക്കോട്ടെ, സാധാരണക്കാരൻ്റെ ബിസിനസ്, എല്ലാ രീതിയിലും നോക്കിയാലും മെജോറിറ്റി ആൾക്കാരും സ്ട്രെസ്സിലാണ് ജീവിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഇടത്തരം ചിന്താഗതിയും കൊണ്ട് ജീവിക്കുന്നവരാണ്. അപ്പോൾ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലേക്കാണ് ആഗ്രഹിക്കുന്ന എല്ലാം നേടാൻ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞൊരു മാജിക്ക് ഒരു സുപ്രഭാതത്തിൽ മലയാളത്തിൽ പരിചിതമായി വരുന്നത്. അപ്പോൾ സാധാരണ മനുഷ്യൻ അല്ലെങ്കിൽ മലയാളികൾക്ക് പൊതുവെ ഒരു ക്രിട്ടിക് മനോഭാവമുള്ളതാണല്ലോ. കമ്പാരിറ്റീവ്ലി എന്ത് കാര്യത്തെക്കുറിച്ചും വിമർശനാത്മകമായിട്ട് മാത്രമേ സംസാരിക്കാറുള്ളൂ. അപ്പം ചില ആൾക്കാർ അതിനെ ഒരു കൗതുകമായിട്ട് കണ്ടു, എന്താ സംഗതി, എന്താ പറയുന്ന കേൾക്കാമല്ലോ എന്നുള്ള രീതിയിൽ. ചില ആൾക്കാർ ഇപ്പോഴും തികച്ചും അതിനെ എന്താ പറയുക, ഇതൊന്നുമില്ല, അതൊക്കെ ചുമ്മാ ഉടായിപ്പാണ്, അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ പതുക്കെ ഈ ഒരു വാക്കറിഞ്ഞതിന് ശേഷം മലയാളം ചാനലല്ലാതെ ഇംഗ്ലീഷിലേക്കും മറ്റുള്ള ചാനലിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും അവിടെ ഇത് ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആണ്. അപ്പോൾ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയേക്കുന്നൊരു കാര്യവും അവിടുത്തെ സക്സസ് റേറ്റും കാര്യങ്ങളും ഇടുന്ന കമൻസും അങ്ങനെയുള്ള പല കാര്യങ്ങളും കണ്ടപ്പോഴത്തേക്കും ഇതിലെന്തോ ഒരു സംഗതി ഉണ്ടല്ലോ, ക്യൂരിയോസിറ്റി വീണ്ടും വർദ്ധിക്കാൻ തുടങ്ങി. അപ്പോൾ ആ ക്യൂരിയോസിറ്റി കുറച്ച് ആൾക്കാർക്ക്, ഇംഗ്ലീഷ് ചിലർക്ക് അത്രയ്ക്ക് ഫ്ലുവൻ്റ് അല്ലാത്തതുകൊണ്ട് അവർ മലയാളം ചാനൽസിനെ ആശ്രയിക്കാൻ തുടങ്ങി. അപ്പോൾ മലയാളം ചാനലിനെ ആശ്രയിക്കാൻ തുടങ്ങിയപ്പം ഓക്കെ, മനസ്സോടുകൂടി ചില കാര്യങ്ങൾ അംഗീകരിക്കാനും ഒരു പരീക്ഷണം നടത്താം എന്നുള്ള രീതിയിൽ അവരിതിനെ കണ്ടു. അവർ ചില ടെക്നിക്കുകളാണല്ലോ ആദ്യമേ ഇൻട്രൊഡ്യൂസ് ചെയ്ത് വന്നത്. അപ്പോൾ ടെക്നിക്കുകൾ സ്പിരിച്വൽ ചാനലിൽ, അതായത് സ്പിരിച്വലായിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ്റെ ചാനലിലാണ് ആഗ്രഹമൊന്നും പാടില്ല എന്ന് പറയുന്ന ഒരു ഏരിയയിൽ നിന്ന് നിങ്ങൾക്ക് ആഗ്രഹം എല്ലാം നേടാം എന്ന് പറയുമ്പോൾ തന്നെ കോൺഫ്ലിക്റ്റ് വരികയാണ് ജനങ്ങൾക്കിടയിൽ. കാരണം ഈ പറയുന്ന പോലെ കാഷായ വേഷം ധരിച്ച് അങ്ങനെയുള്ള ആൾക്കാർ സാധാരണ സംസാരിക്കുന്നത് എന്താണ്,
ഈ പറയുന്ന സോൾ ലയിക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ മാത്രം ജനങ്ങൾക്ക് ആഗ്രഹം നേടാൻ വേണ്ടി പഠിപ്പിക്കുന്നു. അപ്പം അതിൽ തന്നെ പറയുന്നതിനകത്ത് ചിലർക്കത് വൈരുദ്ധ്യമായിട്ട് തോന്നി, ചിലർക്കത് അവരെ കൂടുതൽ ആശ്രയിക്കാൻ തോന്നി. നിമിഷം പ്രതി അവരുടെ ഒരു ചാനലും കാര്യങ്ങളും റീച്ചും കൂടി വന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അതിൽ പറഞ്ഞേക്കുന്ന ചില ടെക്നിക്കുകൾ എല്ലാവരും അല്ലെങ്കിൽ ഇതിനെ ഇൻട്രസ്റ്റഡ് ആയിരിക്കുന്ന ആൾക്കാരൊക്കെ ഒന്ന് പരീക്ഷിക്കാൻ നോക്കി. ചിലർക്ക് കിട്ടി, ചിലർക്ക് കിട്ടിയില്ല. അപ്പോൾ കിട്ടിയ ആൾക്കാർക്ക് കിട്ടിയല്ലോ. അപ്പോൾ ഇതിൻ്റെ ഗുട്ടൻസോ കാര്യങ്ങളോ ഒന്നും അറിഞ്ഞില്ലെങ്കിലും ചില കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എന്താ പറയുന്ന പോലെ ചക്കയിട്ടൽ മൊയ്തെന്ന് പറയുന്ന പോലെ ചില കാര്യങ്ങൾ നടന്നു തുടങ്ങി. അപ്പോൾ അവരതിനെ വിശ്വസിക്കാൻ തുടങ്ങി. അപ്പോൾ അവരെന്ത് ചെയ്തു? അവരുടെ പ്രയോറിറ്റിയുള്ള വലിയ വലിയ ഗോൾസിലേക്ക് അവർ ഫോക്കസ് ചെയ്തു. ഈ വലിയ വലിയ ഗോൾസിലേക്ക് ഫോക്കസ് ചെയ്തപ്പോഴത്തേക്കും ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പം സാധാരണ പറഞ്ഞു പഠിപ്പിക്കാൻ നിങ്ങൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്ത് നോക്കൂ, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പെട്ടെന്ന് കിട്ടും എന്ന് പറയുമ്പോഴത്തേക്കും ചിലർ ബിരിയാണി ഓർഡർ ചെയ്യാനും, ചിലർ 1000 രൂപ കിട്ടാനും 5000 രൂപ കിട്ടാനും ഒക്കെ ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്ത് തുടങ്ങി. അപ്പോൾ അങ്ങനെ വന്ന് കഴിഞ്ഞ് അപ്പോൾ ഇതിൻ്റെ ഒരു കൗതുകം ഉണ്ടല്ലോ. ഇപ്പോൾ എന്താ പറയുന്ന ഒരു ഹണിമൂൺ പീരീഡ് എന്ന് പറയുന്ന പോലെ. അപ്പോൾ ആ ഹണിമൂൺ പീരീഡ് ആയിരുന്നു എനിക്ക് തോന്നുന്നു 2020 ആ കാലഘട്ടത്തിലാണല്ലോ ഇതിൻ്റെ ഒരു മലയാളത്തിൽ ഇതിൻ്റെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു സംഗതി തുടങ്ങി. ആ 2020-22 വരെ ഒരു ഹണിമൂൺ പീരീഡ് ആയിരുന്നു. അപ്പോൾ ആ ഹണിമൂൺ പീരീഡ് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഇത് കുറച്ചുകൂടെ ജനകീയമാകാൻ തുടങ്ങി. കുറച്ചുകൂടെ ഇത് ആൾക്കാരിലേക്ക് ഈ സീക്രസിയൊക്കെ ഒന്ന് മാറിയിട്ട് കുറച്ചുകൂടെ ആൾക്കാരുള്ളിൽ കയറിയപ്പോഴത്തേക്കും ഇത് കോമൺ ആവാൻ തുടങ്ങി. അപ്പോൾ ഇത് കോമൺ ആവാൻ തുടങ്ങിയപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു കിക്ക് കിട്ടുന്നില്ല. ആദ്യത്തെ കിക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഒരു കൗതുകവും ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ചെയ്തപ്പം ഒരു പോയിന്റ് കഴിയുമ്പോഴത്തേക്കും നമ്മളൊരു കാര്യം കേട്ട് നമുക്കത് ശീലമാകുമ്പോഴത്തേക്കും പിന്നെ ആദ്യം തോന്നിയ കൗതുകം ഉണ്ടാവത്തില്ല. ആദ്യം തോന്നിയ വണ്ടർ നഷ്ടപ്പെടുമല്ലോ. അപ്പോൾ ആദ്യം തോന്നിയ വണ്ടർ നഷ്ടപ്പെടുമ്പോൾ തന്നെ ഇപ്പോൾ ഈ പറയുന്ന മെജോറിറ്റി ആൾക്കാരും വലിയ വലിയ ഗോൾസ് നോക്കിയിട്ട് നടക്കത്തില്ല. അപ്പോൾ വലിയ വലിയ ഗോൾസ് നടക്കാനുള്ള കാര്യമല്ല, ഇത് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നേടാനുള്ള കാര്യമാണ് എന്ന രീതിയിലൊക്കെ വന്ന് പിന്നെ അതിനെ ചില ആൾക്കാർ ഇത് എല്ലാ സാധാരണക്കാർക്ക് പറ്റുന്ന കാര്യമല്ല, ഇത് സ്പോർട്സിൽ ഉള്ള ആൾക്കാർക്ക് മാത്രമേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേക ജനുസിലുള്ള ആൾക്കാർക്ക് അങ്ങനെയൊക്കെയുള്ള വീഡിയോസ് ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ അങ്ങനെയുള്ള പല രീതിയിൽ ആൾക്കാർ ഇതിനെ കണ്ട് അവസാനം ആദ്യത്തെ ഉണ്ടായിരുന്ന ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്ന ആൾക്കാർ ചെയ്തു തുടങ്ങിയ കാലഘട്ടത്തിൽ ഇതിനെന്ത് സംഭവിച്ചു? ഒരുപാട് സക്സസ്സും കാര്യങ്ങളും ആൾക്കാർക്ക് ലഭിക്കാൻ തുടങ്ങി. ബിക്കോസ് പുറകെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ, എന്താ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ക്യൂരിയോസിറ്റി കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ അവരിതുമായിട്ട് അങ്ങ് ബാലൻസ്ഡ് ആയപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ അവരുടെ പഴയ വിശ്വാസവും പുതിയ ഈ പറയുന്ന സാധനം കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ തുടങ്ങിയപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വലിയ കാര്യത്തിലേക്കാണല്ലോ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ വലിയ കാര്യം കിട്ടാൻ സമയം എടുക്കുന്നുണ്ട്, എന്നാൽ അവർ കാറ്റോട് മറ്റുള്ള തരത്തിലുള്ള ടെക്നിക്കുകൾ ഓരോന്നും പയറ്റുന്നുമുണ്ട്. മനസ്സിലായോ? അപ്പം അത്തരത്തിൽ അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ആദ്യത്തെ ക്യൂരിയോസിറ്റി നഷ്ടപ്പെട്ടു. ആ ക്യൂരിയോസിറ്റി നഷ്ടപ്പെടുകയും ഈ പറയുന്ന അവർ ഉദ്ദേശിച്ചേക്കുന്ന ടോപ്പ് മോസ്റ്റ് സാധനം ലഭിക്കാതെ വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു നിരാശയും കൂടെ ചേർത്ത് വെച്ച് പിന്നെയുള്ള ഇത് ചെയ്യാനും അല്ലെങ്കിൽ ഇതിൻ്റെ സെൻസിലേക്ക് ഇറങ്ങാനുമുള്ള താല്പര്യം നഷ്ടപ്പെട്ടു. ഇതാണ് മെജോറിറ്റി ആൾക്കാർക്ക്, അതായത് ഹണിമൂൺ പീരീഡ് കഴിഞ്ഞപ്പോൾ ഉണ്ടായേക്കുന്ന ഒരു കല്യാണം കഴിക്കുമ്പോൾ ഹണിമൂൺ ഉണ്ടായേക്കുന്ന ഊഷ്മളത പിന്നെ അത് കഴിയുമ്പോൾ അത് കുറയത്തില്ലേ? ഇതാണ് സംഭവിച്ചേക്കുന്നത്. അപ്പോൾ ഇതിൽ ഇപ്പോൾ നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുവാണെങ്കിൽ ഈ പറയുന്ന വലിയ വലിയ ഗോൾസ് നേടാൻ ചുരുങ്ങിയ കാലം കൊണ്ട് പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനതൊക്കെ എൻ്റെ ലൈഫിൽ എക്സാമ്പിൾസ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. പിന്നെ പറഞ്ഞില്ല, ഇപ്പം നിങ്ങൾ എൻ്റെ ഉള്ളിലെ ഫയർ പോലെ ആവത്തില്ല നിങ്ങളുടെ ഫയർ. ഓരോരുത്തർക്കും ഓരോ രീതിയിലാണല്ലോ ഇതിനെ കാണുന്നത്. ചിലർക്ക് അന്നത്തെ അന്നം പോയാൽ മതി, അല്ലെങ്കിൽ അത് മുടങ്ങാതെ കിട്ടിയാൽ മതി, അല്ലെങ്കിൽ ചിലർക്ക് സുഭിക്ഷമായിട്ട് കഴിക്കണം. അതൊക്കെ ഓരോരുത്തരുടെയും പ്രയോറിറ്റി അല്ലേ. അപ്പോൾ നിങ്ങളുടെ പ്രയോറിറ്റിയും അനുസരിച്ച് എന്ത് സംഭവിക്കുന്നു? ഈ കിട്ടുന്ന കാര്യത്തിനകത്ത് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവുന്നു. അപ്പോൾ എന്നാൽ വലിയ വലിയ സ്വപ്നം കാണുന്ന ആൾക്കാർക്ക് ഉണ്ടാവുന്നത്, ഇപ്പോൾ സാധാരണ ഞാൻ മലയാളികളുടെ സെൻസിൽ മാത്രമാണ് സംസാരിക്കുന്നത്. അതായത് വലിയ വലിയ സ്വപ്നങ്ങൾ കാണണം. എനിക്ക് 2 കോടി രൂപയുടെ ബെൻസ് വാങ്ങണം, പക്ഷേ 2 കോടി രൂപ കൊടുക്കത്തില്ല. മനസ്സിലായോ? അതായത് 2 കോടി രൂപയുടെ ബെൻസ് അവന് വേണം.
ഈ 2 കോടി രൂപയുടെ ബെൻസ് അവന് യാത്ര ചെയ്യാനും വേണം, അതിൻ്റെ ലക്ഷറി അനുഭവിക്കുകയും വേണം. പക്ഷേ 2 കോടി ഞാൻ മുടക്കത്തില്ല, ആ ഒരു മെൻറ്റാലിറ്റിക്ക് വരാൻ തുടങ്ങി ആൾക്കാർ. അപ്പോൾ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ മെജോറിറ്റി ആൾക്കാർ ഒരു ഫാൻറ്റസി കലർത്തി ഭയങ്കരമായിട്ടുള്ള ഒരു മിസ്റ്റീരിയസ് ഒരു സംഗതിയാണ് ഇതെന്ന് അറിയിച്ച് എൻ്റെ കയ്യിൽ നിന്ന് ഞാനൊന്നും കൊടുക്കത്തില്ല, പ്രകൃതി എനിക്കെല്ലാം കൊണ്ട് തരണം എന്ന തലത്തിലേക്ക് ആൾക്കാർ ഇതിനെ കാണാൻ തുടങ്ങി. അപ്പോൾ പ്രകൃതി ചുമ്മാ കൊണ്ട് തന്നോണം, ഒന്നും ചെയ്യാതെ വെച്ചാൽ നമ്മളിൽ നിന്നും നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടി പോലും നമ്മൾ ചെയ്യാതെ, ഡ്യൂട്ടി എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ഫിസിക്കൽ ജോലിയോ കാര്യങ്ങളൊന്നുമല്ല, ഞാൻ പറയുന്ന സോളിൻ്റെ കാര്യമാണ് സംസാരിക്കുന്നത്. നിങ്ങളുടെ കർമ്മിക്, നിങ്ങളുടെ മുന്നോട്ട് വരുന്ന സാഹചര്യങ്ങൾ, നിങ്ങളുടെ സോൾ, നിങ്ങൾ എന്തിനാണ് ഭൂമിയിലിട്ട് ജനിച്ചു വന്നതോ ആ വന്ന കാര്യത്തിലേക്കുള്ള ഇനിഷ്യേറ്റീവ് ഒന്നും എടുക്കാതെ നിങ്ങളുടെ കുറേ മനസ്സിൻ്റെ തൃപ്തി മാത്രം നിങ്ങൾ നോക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ ആ മനസ്സിൻ്റെ തൃപ്തി മാത്രം നോക്കാനല്ല ഇത് എന്നുള്ളത് തിരിച്ചറിയുന്നില്ല. അത് തിരിച്ചറിയിക്കാൻ വേണ്ടിയിട്ടാണ് എന്താ പറയുക, നിങ്ങളുടെ പല ഗോൾസും നിങ്ങൾക്ക് കിട്ടാതെ വരുന്നത്. കാരണം ആത്മാവിന് വേണ്ടത്, ആത്മാവ് എന്തിനാണോ ഈ ഭൂമിയിലോട്ട് വന്ന കാര്യത്തിലേക്ക് ഇനിഷ്യേറ്റീവ് എടുക്കാതെ കുറേ മനസ്സിൻ്റെ സന്തോഷം മാത്രം നേടിത്തരുന്ന പരിപാടിയല്ല ഇത് എന്നുള്ള റിയലൈസേഷനിലേക്ക് ആൾക്കാർ ഇപ്പം 2024 എത്തി തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ എത്തിത്തുടങ്ങിയ ആൾക്കാർക്ക് ഉണ്ടാകുന്നൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരുടെ ഒരു ക്വാളിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ഇതിൻ്റെ സോൾ എന്ന് പറയുന്നതിനെ അതിൻ്റെ സെൻസിലേക്ക് കൂടുതൽ അറിയാനും മനസ്സിലാക്കാനും തുടങ്ങി. അതായത് ആത്മാവിൻ്റെ ക്വാളിറ്റിയും ആത്മാവിൻ്റെ വൈബ്രേഷനും ആത്മാവിൻ്റെ തലവും അനുസരിച്ചിരിക്കും നമ്മളിലേക്ക് വരുന്ന ഓരോ നല്ല നല്ല കാര്യങ്ങളും, അല്ലെങ്കിൽ ഹയർ വൈബ്രേഷൻ സിറ്റുവേഷൻസും കാര്യങ്ങളും. അപ്പോൾ അതിനെ താത്തു വെച്ചിട്ട്, അതിനെ ഏറ്റവും മോശമാക്കി വെച്ചിട്ട്, ഏറ്റവും പരിതാപകരമാക്കി വെച്ചിട്ട് ഇവർ ഹയർ വൈബ്രേഷനിലേക്ക് കയറി മീൻസ് വലിയ കാര്യത്തിലേക്ക് പിടിച്ചു കഴിഞ്ഞാൽ അവരുടെ മനസ്സ് തന്നെ കട്ട് ചെയ്ത് കളയും. കാരണം സ്റ്റംബ്ലിംഗ് ബ്ലോക്സ് ഉണ്ടാകും. അപ്പോൾ ആ സ്റ്റംബ്ലിംഗ് ബ്ലോക്സ് കാരണം ഇവരുടെ ഗോൾസ് ഇവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഗോൾസ് അച്ചീവ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാരണം ലോ ഓഫ് അട്രാക്ഷൻ. അപ്പോൾ പിന്നെ അവരെന്ത് കഴിയും? ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന സാധനമൊന്നുമില്ല. കാരണം എന്താ പഠിപ്പിച്ച് വെച്ചേക്കുന്നത്? ഇത് ആഗ്രഹം നേടാനുള്ള ടൂളായിട്ടാണ് മെജോറിറ്റി ടീച്ചർമാരും ട്രെയിനർമാരും ഈ പറയുന്ന യൂട്യൂബിനകത്ത്. അപ്പോൾ ആൾക്കാർക്ക് വേണ്ടത് എന്താ? കൈ നനയാതെ മീൻ പിടിക്കുക, ഒരു ക്ലാസ്സും അറ്റൻഡ് ചെയ്യാതെ, ഒരു ട്രെയിനിങ്ങും എടുക്കാതെ, അല്ലെങ്കിൽ നിസ്സാരമായിട്ട് 500 1000 രൂപയുടെ എന്തെങ്കിലും ടെക്നിക്കോ വല്ല കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ കോടിക്കണക്കിന് രൂപയുടെ വഴി നോക്കിക്കോളാം. അപ്പോൾ അങ്ങനെയുള്ള മൈൻഡ് സെറ്റുള്ള കുറേ ആൾക്കാരെ സൃഷ്ടിച്ചെടുത്തു ഈ പറയുന്ന കുറേ ട്രെയിനർമാർ. അല്ലെങ്കിൽ ഇത് ഫ്രീ ആണ്, നിങ്ങൾക്ക് എന്താ പറയുക, കുറേ ടെക്നിക്കും കാര്യങ്ങളും ഫ്രീ ക്ലാസ്സും കാര്യങ്ങളും. അപ്പോൾ ഫ്രീ ക്ലാസ് ആൾക്കാർക്ക് ഫ്രീ കാണുമ്പം അവരതിൻ്റെ കുറേ ഓടുമല്ലോ. എന്നാൽ ഫ്രീ ക്ലാസ്സിനോട് പോയി ജോയിൻ ചെയ്ത് കഴിയുമ്പോഴായിരിക്കും അവരുടെ മാസ്റ്റർ ക്ലാസ്സിൻ്റെ എന്താ പറയുക പരസ്യം കൊടുക്കുന്നത്. അപ്പം ആൾക്കാർക്ക്, സാധാരണ മനുഷ്യനെ, മലയാളികളെ കൃത്യമായിട്ട് എന്താ പറയുക, അവൻ്റെ പൾസറിഞ്ഞ് അവനെ ഉയർത്താൻ ശ്രമിക്കുന്നില്ല. കാരണം ഒരു വ്യക്തി ഹയർ വൈബ്രേഷൻ സ്റ്റേറ്റിലോട്ട് പോകണമെങ്കിൽ ഓസിനെ കിട്ടണമെന്ന് ചിന്തിക്കുന്ന ജനതയല്ല ഇവിടെ. ഈ സമൂഹത്തിൽ ഓസിനെല്ലാം കിട്ടണമെന്ന് ചിന്തിക്കുന്നവനല്ല ഇന്ന് ഹൈ ലക്ഷറീസ് ലൈഫിൽ ജീവിക്കുന്നവർ. അവരുടെ ചിന്താഗതിയും അവരുടെ വേ ഓഫ് തോട്ടും തന്നെ ഡിഫറെൻ്റ് ആണ്. അപ്പം എനിക്കെല്ലാം ഓസിന് കിട്ടണം, പ്രകൃതി എനിക്കെല്ലാം ഓസിന് തരണം എന്ന് ഞാനൊന്നും ചെയ്യത്തില്ല. അല്ല, എന്നിൽ നിന്ന് ഞാൻ എന്താ പറയുന്നത്, ഒരു ചെറിയ ഇല പോലും തിരിച്ചു വെക്കത്തില്ല എന്നുള്ള മൈൻഡ് സെറ്റുള്ള കുറേ എന്താ പറയുന്നത്, അവർക്കൊക്കെ ഞാൻ എന്ത് പേരാ പറയുക, അത്രയും മോശം ക്വാളിറ്റിയുള്ള ആൾക്കാർ കുറച്ചുകൂടെ ക്രിയേറ്റായി ഇവിടെ. ഓക്കെ, അപ്പോൾ ആ മോശം ക്വാളിറ്റിയുള്ള ആൾക്കാരെ നിന്ന് ചില ആൾക്കാർ ഇതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കി നമ്മുടെ ചാനലിനകത്ത് നോക്കിയാൽ മതി. അത് ഞാൻ പ്രൗഢമായിട്ട് തന്നെ പറയാം. അത് നിങ്ങളെ കുറേ സൈക്കോളജി ഒന്നും പഠിപ്പിച്ചില്ലെങ്കിലും നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് പച്ചയ്ക്ക് തന്നെയാണ് ഞാൻ പലതും വിളിച്ച് പറഞ്ഞേക്കുന്നത്. അത് തുടക്കത്തിൽ കേട്ടപ്പോൾ ആൾക്കാർക്ക് നെറ്റി ചൊളിഞ്ഞിട്ടുണ്ടായിരിക്കാം. പക്ഷേ എന്നെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ, എൻ്റെ സബ്ജക്റ്റിലൂടെ നിങ്ങൾ ഓടിച്ചു നോക്കുകയാണെങ്കിൽ ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതിൻ്റെ റൂട്ടും അതിൻ്റെ കോസും അല്ലെങ്കിൽ അത് എങ്ങനെയാണ് അതിൻ്റെ സൊല്യൂഷൻ നിങ്ങൾ ഇനിഷ്യേറ്റീവ് എടുത്തെങ്കിലേ മാറത്തുള്ളൂ എന്നും നമ്മൾ തുടക്കം തൊട്ടേ പറയുന്നുണ്ട്. അല്ലാതെ ഞാൻ മാജിക്ക് കാണിച്ചാൽ മാറത്തില്ല, അല്ലെങ്കിൽ നിങ്ങൾ കുറേ പ്രകൃതിയെ വിശ്വസിച്ചാൽ മാറുമൊന്നുമില്ല. അവിടെ പ്രകൃതി വേറെ, നിങ്ങൾ വേറെ എന്നുള്ള വിശ്വാസത്തിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. ഞാൻ പ്രകൃതിയെ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോഴും സ്റ്റിൽ യേശു ക്രിസ്തുവിൻ്റെയോ അല്ലെങ്കിൽ കൃഷ്ണൻ്റെയോ ബദലായിട്ട് വേറൊരു ശക്തിക്ക് ഉള്ള സെൻസിലാണ് നിൽക്കുന്നത്. ഇപ്പോഴും പ്രകൃതി എന്താണെന്നോ പ്രപഞ്ചം എന്താണെന്നോ അതിൻ്റെ എസൻസ് എന്താണെന്നോ മനസ്സിലാക്കാത്ത മെജോറിറ്റി ആൾക്കാർ. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു ഫോൾട്ടാണ് എന്ത്,
അവരുടെ മുന്നിലേക്ക് വരുന്ന സിറ്റുവേഷൻസിനെ. ഇപ്പം ദൈവത്തെ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൂമാലയും വലിയ വലിയ ഭജനകളും എല്ലാം നടന്നുണ്ട്. ബട്ട് സ്റ്റിൽ ദൈവം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് മനസ്സിലാവുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ഇതാണ് അവസ്ഥ. ഇത്രയും പരിതാപകരമായ അവസ്ഥയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈശ്വരൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമോ? ഈശ്വരൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഈശ്വരൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ തന്നെയാണ്, അല്ലെങ്കിൽ നിങ്ങൾ സെൻസ് ചെയ്തേക്കുന്ന രീതിയിലാണെന്നുള്ള വിഡ്ഢിത്തരമാണ് ഇതിൻ്റെ പ്രശ്നം. കാരണം ഈ പറയുന്ന പോലെ മനുഷ്യനുണ്ടാവേണ്ടത് ബോധമാണ്, ബോധത്തിൻ്റെ തലമാണ്. അമ്പലങ്ങളും പള്ളികളും ഒന്നും ആഗ്രഹം നേടാനുള്ള കാര്യമല്ലെന്നും അതൊക്കെ ഓരോ എനർജി സെൻറ്റേഴ്സ് ആണെന്നും അതൊക്കെ എനർജി ഹയർ ആക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മീഡിയമാണെന്നും മനസ്സിലാക്കാതെ നമ്മൾ അതുങ്ങളെയൊക്കെ, നമ്മളല്ലല്ലോ, നമ്മൾക്ക് പറഞ്ഞു തന്ന ആൾക്കാർ അതിനെ അത്തരത്തിൽ മാറ്റിയെടുത്തു. അത് വിശ്വസിച്ച് നമ്മൾ പിന്നെ ഒരു കാര്യം നടന്നില്ലെങ്കിൽ പഴി മൊത്തം കൃഷ്ണനും ശിവനും അള്ളാഹുവിനും ജീസസിനും ഒക്കെ പഴി പലരും പറഞ്ഞു കൊടുത്തു. എന്തെങ്കിലും മോശം വന്നാലും അയ്യോ ദൈവം തന്നതാണ്, മോശം തരുന്നവനാണോ ദൈവം? ഇങ്ങനെയുള്ള വിഡ്ഢിത്തരങ്ങൾ. പിന്നെ അത് കഴിഞ്ഞ് സോൾ, നമ്മൾ ആത്മാവ്, ചിലർ പറയുന്നത് ആത്മാവുണ്ട്, ആത്മാവില്ല, അങ്ങനെയുള്ള കോൺഫ്ലിക്റ്റ് നിൽക്കുകയാണ് മെജോറിറ്റി ഇപ്പോഴും. ഇനി ആത്മാവുണ്ടെന്ന് പറയുന്ന ആൾക്കാർക്ക് ആത്മാവ് മുന്നിൽ കൊണ്ടുവരുന്ന സിറ്റുവേഷൻസ് മനസ്സിലാവുന്നില്ല. ആത്മാവ് കൊണ്ടുവരുന്ന സിറ്റുവേഷൻ മനസ്സിലാവുന്നുണ്ടെങ്കിൽ നമ്മുടെ കോൺഷ്യസ്നെസ്സിൻ്റെ തലം ഹയർ ആവണം. അപ്പോൾ കോൺഷ്യസ്നെസ് ഹയർ ആക്കാനുള്ള കാര്യങ്ങളിലേക്ക് ഇനിഷ്യേറ്റീവ് എടുക്കത്തില്ല, പഠിക്കത്തില്ല, പ്രാക്ടീസ് ചെയ്യത്തില്ല, മടിയാണ്. അങ്ങനെയുള്ളവർക്ക് എന്ത് സംഭവിക്കും? അവർക്ക് കാലങ്ങളായിട്ടുള്ള ജീവിതം, അതാണ് കർമ്മ. നമ്മൾ പറയുന്നില്ലേ കർമ്മ, ഇതെൻ്റെ വിധിയാണ്, എനിക്കിത് പറഞ്ഞിട്ടുള്ള കാര്യമല്ല, എൻ്റെ വിധി ഇതാണ്. അപ്പോൾ ഈ കർമ്മയ്ക്കനുസരിച്ച് അവർ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കർമ്മ സീരിയസ് ആണെന്ന് നമ്മൾ ഓൾറെഡി പല മീഡിയത്തിലൂടെയും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കർമ്മിക് എഫക്റ്റിലൂടെ പോകുന്നത് കൊണ്ട് അതിനെ തിരുത്താൻ കൃത്യമായിട്ടുള്ള പരിശീലനം, തലച്ചോറിനകത്ത് ന്യൂറൽ പാത്വേ ജനറേറ്റ് ചെയ്യണം. അതേപോലെ തന്നെ നമ്മുടെ ലൈഫിൽ നമുക്ക് വേണ്ടാത്ത മറ്റു തരത്തിലുള്ള സിറ്റുവേഷൻസ് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട പല ഇനിഷ്യേറ്റീവുകളും നമ്മൾ എടുക്കണം. കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യണം. ഇത് മനസ്സിലാക്കി പുറത്ത് വന്നെങ്കിൽ മാത്രമേ ലോ ഓഫ് അട്രാക്ഷനെ പോസിറ്റീവായിട്ട്, നിങ്ങൾ വീണ്ടും ഞാൻ പറയുന്നു, ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ആഗ്രഹം നടക്കുന്ന പരിപാടിയല്ല. യദ്ഭാവം തദ്ഭവതി. നിങ്ങളുടെ മനസ്സിൻ്റെ ഭാവം എന്താണോ, നിങ്ങളുടെ വൈബ്രേഷൻ ഫ്രീക്വൻസി എന്താണോ, ആ ഫ്രീക്വൻസിക്കും മനസ്സിൻ്റെ ഭാവത്തിനും അനുസരിച്ചുള്ള സാഹചര്യത്തിലേക്ക് നിങ്ങൾ എത്തിപ്പെടുമെന്ന് മാത്രമേ ഉള്ളൂ. അവിടെ ബുദ്ധി, വീണ്ടും ഒരു മീഡിയേറ്റർ, ബുദ്ധി, ബോധം ഉപയോഗിച്ചാൽ അവനവൻ്റെ ആഗ്രഹവും നേടിയെടുക്കാം. ഇതാണ് അതിൻ്റെ പോസിബിലിറ്റി. അവിടെ ഹയർ വൈബ്രേഷൻ സിറ്റുവേഷൻസിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിയുടെ 7 ആധാര ചക്രങ്ങളും ഹയർ ആവണം. അതിൽ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് പ്രശ്നങ്ങൾ. ആ പ്രശ്നത്തിനും എല്ലാത്തിനും ഓരോ പാറ്റേൺ ഉണ്ടാവും. ആ പാറ്റേൺ കണ്ടുപിടിക്കണം. ആ പാറ്റേൺ കണ്ടുപിടിച്ച് അതിനനുസരിച്ച് ചെയ്യേണ്ടത് അവനവനിൽ മാറ്റിയെടുത്തെങ്കിൽ മാത്രമേ എന്ത് സംഭവിക്കത്തുള്ളൂ, ആ വ്യക്തി ഒരു ഹയർ വൈബ്രേഷൻ ആവുകയും ആ 7 ആധാരചക്രങ്ങളും, ഓരോ ആധാരചക്രങ്ങളും നമ്മുടെ ഹെൽത്ത്, വെൽത്ത്, ഹാപ്പിനെസ്, അങ്ങനെയുള്ള പല കാര്യങ്ങൾ, റിലേഷൻഷിപ്പ്, ബുദ്ധി, ബോധം, ഇങ്ങനെയുള്ള പല പല ഏരിയാസ് ഒരു മനുഷ്യൻ്റെ, ഇതിനെയെല്ലാം ഉണർത്താനാണെന്നും ഇതിനെയെല്ലാം ഇനി ചിലർ ചാടിപ്പോയി മെഡിറ്റേഷനും കാര്യങ്ങളും ചെയ്യും. അപ്പോഴും എന്താണ് ചിന്താഗതി, തോട്ട് പ്രോസസ്സ് മാനേജ് ചെയ്യാൻ അറിയത്തില്ല, തോട്ട് പാറ്റേൺ മാനേജ് ചെയ്യാൻ അറിയത്തില്ല. ഹയർ ഫ്രീക്വൻസി പോയി നിന്നിട്ട് ഹൈ നെഗറ്റിവിറ്റി അങ്ങോട്ട് ചിന്തിക്കും, 8ൻ്റെ പണി പുറകെ വാങ്ങിച്ചുകൊണ്ടും വരും. ഇത്രയും ഒരു സിസ്റ്റത്തെക്കുറിച്ച് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാതെ എടുത്ത് ചാടി എൻ്റെ ആഗ്രഹം നടക്കണം, എൻ്റെ മനസ്സിൻ്റെ, എൻ്റെ പ്രശ്നം മാറണം പ്രശ്നം മാറണം എന്ന് ചിന്തിക്കുന്ന ഒരു ലോവർ വൈബ്രേഷൻ, ഒരു ഹയർ വൈബ്രേഷൻ എന്ന് പറയുന്ന ഒരു കാര്യത്തെ അറിയാതെ കുറേ കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നു. അവസാനം ആ ചെയ്തു കൂട്ടുന്നിടത്തുനിന്ന് അടുത്ത പ്രശ്നങ്ങളുണ്ടാകുന്നു. എപ്പോഴും മനസ്സിലാക്ക്, സമാനമായിട്ടുള്ള ഫ്രീക്വൻസിയാണ് അട്രാക്ട് ചെയ്യുന്നത്. ഹയർ ഫ്രീക്വൻസിയിലേക്ക് നിങ്ങൾക്കൊരു കാര്യം നടക്കണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഹയർ ഫ്രീക്വൻസി ആവണം. ഹയർ ഫ്രീക്വൻസി ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാരമല്ല. ഓരോ മനുഷ്യൻ്റെയും കർമ്മം നമ്മൾ സ്പിരിച്വാലിറ്റി സംസാരിക്കുകയാണെങ്കിൽ നമ്മളെല്ലാം പറയുന്നില്ലേ, സ്പിരിച്വാലിറ്റി പറയുന്നുണ്ട്, സൈക്കോളജി പറയുന്നുണ്ട്, എല്ലാം നമ്മുടെ ലൈഫിനെ സ്വാധീനിക്കുന്നുണ്ട്. നമ്മുടെ കർമ്മങ്ങളെ മനസ്സിലാക്കി അതിനെ കൃത്യമായിട്ട് തിരുത്തണ്ടേ? ഇതൊക്കെ തിരുത്താതെ നമ്മൾ ഉദ്ദേശിക്കുന്ന തലത്തിലേക്ക് പോകണം. നിങ്ങളുടെ മനസ്സിൻ്റെ വാശി, എനിക്കത് കിട്ടണം. എങ്ങോട്ട് ഒഴുകുന്നോ, എങ്ങോട്ട് എനർജി ഫ്ലോ ചെയ്യുന്നു, അത് മാനിഫെസ്റ്റ് ചെയ്യും.
പക്ഷെ അനുഭവയോഗം എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ആ അനുഭവയോഗം നിങ്ങൾക്ക് ഫേവറബിൾ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹയർ ഫ്രീക്വൻസി ആയെങ്കിലേ നിങ്ങൾക്കത് ഫേവറബിൾ ആകൂ. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി, ഒരുപാട് ആൾക്കാർ ഒരുപാട് ഗോൾസ് അച്ചീവ് ചെയ്യുന്നുണ്ട്, ഇതൊന്നും മനസ്സിലാക്കാതെ അവരുടെ ആഗ്രഹം നേടുന്നുണ്ട്. പക്ഷെ ആഗ്രഹം നേടിക്കഴിഞ്ഞ് പിറ്റേ ദിവസം തൊട്ട് ദുഃഖിതരാണ് പലരും. കാരണം എന്താ, അവരുടെ കാലങ്ങളായിട്ടുള്ള ഫ്രീക്വൻസി, അവരുടെ പാറ്റേൺ നെഗറ്റീവിലാണ്. സോ എനർജി ഫ്ലോ ചെയ്തപ്പോൾ ഒരു കാര്യം കിട്ടി എന്നത് മാത്രമേ ഉള്ളൂ. പക്ഷെ ആ കിട്ടിയ കാര്യം കൊണ്ട് അതിൻ്റെ പിറ്റേന്ന് തൊട്ട് ദുഃഖമാണ് കിട്ടുന്നതെങ്കിൽ സ്റ്റിൽ മനസ്സിലാക്കുക നിങ്ങൾ ലോവർ വൈബ്രേഷനിലാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സാധാരണ ആൾക്കാർ, ഇപ്പം ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, എന്നിലേക്ക് വരുന്ന ആൾക്കാരുടെ ഒരു ഫീഡ്ബാക്ക് വെച്ചിട്ട് ഞാൻ പറയുന്നത്, ആൾക്കാരുടെ എന്താ പറയുക, ഈ മടിയന്മാരെന്ന് പറയുന്ന സമൂഹം ഉണ്ടല്ലോ, മടിയന്മാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കുറേ കാര്യം നടക്കണം പക്ഷെ ഞാനൊന്നും ചെയ്യത്തില്ല, കുറേ ടെക്നിക്ക് വേണേൽ ചെയ്യാം. അങ്ങനെയുള്ള ആൾക്കാരിൽ നിന്ന് കുറച്ച് ക്വാളിറ്റിയുള്ള ആൾക്കാർ വരാൻ തുടങ്ങി. സീരിയസ്ലി കുറച്ച് ക്വാളിറ്റിയുള്ള ആൾക്കാർ. കാരണം അവർ എൻ്റെ വീഡിയോ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയാണ് വരുന്നത്. കാര്യങ്ങൾ മനസ്സിലാക്കി വരുന്നതുകൊണ്ട് ഈ ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങളും കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് മനസ്സിലാവുന്നു, അതിനനുസരിച്ച് ആക്ഷൻസ് എടുക്കുന്നു. പറഞ്ഞ് മനസ്സിലായോ? അപ്പം എന്തുകൊണ്ടാണ് നിങ്ങൾ ഉദ്ദേശിച്ചേക്കുന്ന ഒരു എന്താ പറയുന്ന ഒരു തലത്തിലേക്ക് ലോ ഓഫ് അട്രാക്ഷൻ ഇപ്പം നിങ്ങൾക്കൊരു മടുപ്പും അല്ലെങ്കിൽ ഒരു ക്യൂരിയോസിറ്റിയും തരാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹണിമൂൺ പീരീഡ് കഴിഞ്ഞു. നിങ്ങളെ തിരുത്തേണ്ട തിരുത്തലുകളൊന്നും പ്രോപ്പറായിട്ട് തിരുത്താൻ മനസ്സും ഇല്ല, അത് ചെയ്യാതും ഇരിക്കും. രണ്ടും, ഒന്ന് ഒരു മനസ്സ് വേണം, രണ്ട് അറിഞ്ഞാലൊട്ട് ചെയ്യത്തുമില്ല. ഇത് രണ്ടും കൂടെ വരുമ്പോൾ എന്താണ്, നിങ്ങളുടെ ഈഗോ മൈൻഡ് കയറി സ്ട്രോങ് ആവുന്നു. ആ ഈഗോ മൈൻഡ് കയറി സ്ട്രോങ് ആയതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് കൊണ്ടാണ് ഗോൾസും പെൻഡിങ്ങിലായി നിൽക്കുന്നത്. മനസ്സിലായോ? പോട്ടെ, സാരമില്ല, എല്ലാം നമുക്ക് മനുഷ്യന്മാരാണ്, മിസ്റ്റേക്സ് പറ്റും. നമ്മളെല്ലാം തികഞ്ഞവരല്ലോ. ഒന്നേന്ന് തുടങ്ങുക, ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്യും, ഒന്നേന്ന് പതുക്കെ ഈ ട്രാക്കിലോട്ട് കയറിപ്പോയേ. കൃത്യമായിട്ട് ഗൈഡൻസോട് കൂടി തന്നെ ഇത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ വീണ്ടും പറയുന്നു, ആഗ്രഹവും നേടാം, കിട്ടിയ ആഗ്രഹം ജീവിതകാലം മുഴുവൻ അനുഭവിക്കാനും പറ്റും. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, അനുഭവയോഗം ഉണ്ടാവണം. പലർക്കും ഇല്ലാതെ പോകുന്ന അവസ്ഥ എന്തുകൊണ്ടാണ്? അവരുടെ പാറ്റേൺ ഓഫ് ലൈഫ് ചേഞ്ച് ആവുന്നില്ല. അതേപോലെ തന്നെ ബ്രെയിൻ പാത്ത്, പുതിയ ന്യൂറൽ പാത്ത് ജനറേറ്റ് ചെയ്യുന്നില്ല. ഇതൊക്കെയാണ് പ്രശ്നം. അപ്പോൾ സൊല്യൂഷൻ വേണ്ടേ? തീർച്ചയായിട്ടും സൊല്യൂഷനുണ്ട്. കൃത്യമായിട്ട് നിങ്ങൾ ഇപ്പം മനസ്സെല്ലാം മാറ്റി, എല്ലാം അറിഞ്ഞു, എനിക്കെല്ലാം അറിയാമെന്നൊക്കെ മൈൻഡ് സെറ്റൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്യുക, ഒന്നേന്ന് തുടങ്ങുക. നിങ്ങൾക്ക് പല പ്രശ്നങ്ങളും പതുക്കെ മാറ്റിയെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഹണിമൂൺ പീരീഡ് കഴിഞ്ഞു, ഇനി സീരിയസ് ആവാനുള്ള സമയമായി. താങ്ക് യു.